إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. اتقوا الله يا عباد الله. അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് എന്നെ മറക്കാതെ നിങ്ങളെവരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. നാഥൻ അനുഗ്രഹിക്കുമാറാവട്ടെ. നാട്ടിലെങ്ങും അതിശക്തമായി മഴ വർഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ചില ഭാഗങ്ങളിൽ അനുഗ്രഹമാണെങ്കിൽ മറ്റു ഭാഗങ്ങളിൽ കെടുതികൾ കൊണ്ട് കഷ്ടപ്പെടുന്നു. രണ്ട് രീതിയിലും മഴയെ ആളുകൾ അതിനെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. അതിന്റെ കെടുതികളെ കുറിച്ച് സംസാരിക്കുന്നവരും അതിന്റെ അനുഗ്രഹത്തെക്കുറിച്ച് സംസാരിക്കുന്നവരെയും നമുക്ക് കാണുവാൻ സാധിക്കും. ഈ ഒരു മഴ വർഷിക്കുന്ന കാലഘട്ടത്തിൽ കൃത്യമായി ഒരു സത്യവിശ്വാസി എന്താണ് അതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടത് എന്ന് നാം ഏവരും ഒന്ന് പഠിച്ചിരിക്കേണ്ടതും മനസ്സിലാക്കിയിരിക്കേണ്ടതുമാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മഴയാവട്ടെ, ഏതേത് അനുഗ്രഹങ്ങളാവട്ടെ, ഇനി ഏതേത് കഷ്ടപ്പാടുകളാവട്ടെ, അവിടെയൊക്കെ വിശ്വാസിക്ക് ചില സ്റ്റാൻഡുകളുണ്ട്, ചില തീരുമാനങ്ങൾ, ചില വിശ്വാസങ്ങളൊക്കെ ഉണ്ട് എന്നത് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. പരിശുദ്ധ ഖുർആനും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളും ഒക്കെ വ്യക്തമാക്കുന്ന ചില കാര്യങ്ങൾ നാം അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ഒന്നാമതായി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദൃഷ്ടാന്തമായിട്ടാണ് മഴയെ അല്ലാഹു വിശേഷിപ്പിക്കുന്നത്. അല്ലാഹുവിന്റെ ആയത്തായി കൊണ്ട്, ദൃഷ്ടാന്തമായി കൊണ്ടാണ് അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ അതിനെ പരിചയപ്പെടുത്തുന്നത്. വമിൻ ആയാതിഹി യുരീകുമുൽ ബർഖ ഖൗഫൻ വ തമഅ വയുനസ്സിലു മിനസ് സമാഇ മാഅൻ. ആകാശത്ത് നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വെള്ളമിറക്കുന്നതും അതുപോലെ തന്നെ ഇടിമിന്നിക്കുന്നതുമൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആയത്തുകളാണ്. മാത്രവുമല്ല ഫയുഹീ ബിൽ അർള ബഅദ മൗതിഹാ, വേനൽ കൊണ്ട് കഷ്ടപ്പെട്ട് ആ ഭൂമിയെല്ലാം വരണ്ടു കിടക്കുന്ന ഒരു സമയത്ത് അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വെള്ളമിറക്കി അവിടെ സസ്യങ്ങൾ മുളപ്പിച്ച് അങ്ങനെ അതിന് ജീവൻ നൽകുന്ന ആ ഒരു പ്രക്രിയയും അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്യുന്നതാണ് എന്ന്. അതൊക്കെ അല്ലാഹുവിന്റെ ആയത്തുകളാണ്, ദൃഷ്ടാന്തങ്ങളാണ് എന്ന്. അപ്പൊ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തമായിട്ടാണ് മഴയെ പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നത്. ആ ദൃഷ്ടാന്തമായി കാണാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ആ ആയത്തിന്റെ അവസാനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉറപ്പെടുത്തുന്നത് ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമി യഅഖിലൂൻ, ബുദ്ധി കൊടുത്ത് ചിന്തിക്കുന്ന ആളുകൾക്ക് ഇതിൽ ഒരുപാട് ദൃഷ്ടാന്തമുണ്ട് എന്നാണ് അല്ലാഹു ഉറപ്പെടുത്തുന്നത്. മറ്റൊരായത്തിൽ ഇതേ പ്രകാരം പറഞ്ഞുകൊണ്ട് അല്ലാഹു പറയുന്നത് ഇന്ന ഫീ ദാലിക ലആയതിൻ ലിഖൗമി യസ്മഊൻ, ഇത് ചിന്തിച്ച് മനസ്സിലാക്കുന്ന, ചൂട് കൊടുക്കുന്ന, ചെവി കൊടുക്കുന്ന ആളുകൾക്ക് ഇതിൽ ദൃഷ്ടാന്തമുണ്ട് എന്നാണ്. ചിന്തിക്കുന്നവർക്കും ആലോചിക്കുന്നവർക്കുമൊക്കെ
മഴയിൽ ഒരുപാട് ദൃഷ്ടാന്തമുണ്ട് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുന്നത്. മാത്രവുമല്ല, ചില കാര്യങ്ങൾ മഴയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ എടുത്തു പറഞ്ഞത് നമുക്ക് കാണുവാൻ സാധിക്കും. അതിൽപ്പെട്ട ഒന്നാണ് മനുഷ്യനെല്ലാം മരിച്ച് ഖിയാമത്ത് നാളിൽ പുനർജീവിക്കുമെന്ന, അല്ലാഹുവിന്റെ അടുത്തേക്ക് പോകുമെന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു യാഥാർത്ഥ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല മഴയെ വിശേഷിപ്പിച്ചുകൊണ്ട് അവസാനമായി ഉറപ്പെടുത്തിയത് കദാലിക്കൻ നുശൂർ, ആകാശത്ത് നിന്ന് വെള്ളം വന്ന് ഇവിടെ സസ്യലതാദികൾ മുളച്ച് ആ സസ്യങ്ങൾ കുറച്ചു കാലം ജീവിച്ച് അവ നശിച്ച് ഇല്ലാതെയായി കാറ്റ് വന്നടിച്ചാൽ പാറിപ്പോകുന്ന രീതിയിലുള്ള അവസ്ഥയിലേക്ക് മാറിപ്പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലെയാണ് മനുഷ്യ ജീവിതവും. കദാലിക്കൻ നുശൂർ, അതുപോലെയാണ് നിങ്ങൾ ആകാശത്തേക്ക് അള്ളാഹുവിന്റെ അടുക്കലേക്ക് പോവുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുന്നത് കാണുവാൻ സാധിക്കും. ഒരു കുറഞ്ഞ ജീവിതം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഈ ഭൂമിയിലേക്ക് അയക്കുന്നു. നമ്മൾ പ്രസവിച്ച് ഈ ഭൂമിയിലേക്ക് വരുന്നു. കുറച്ചു കാലം നമ്മൾ ജീവിക്കുന്നു. അവിടെ നിന്ന് വാർദ്ധക്യത്തിലേക്ക് പോയി നുരുമ്പി നമ്മളും ഇല്ലാതെ മരിച്ചു പോകുന്നു. അടുത്തൊരു ജീവിതം, മരണത്തിലേക്ക് നമ്മൾ പോകുന്നു. ആ മരണം കഴിഞ്ഞ് പിന്നൊരു ജീവിതം നമുക്ക് വരുന്നു. അതും കഴിഞ്ഞ് കദാലിക്കൻ നുശൂർ, അവിടെ നിന്ന് നമ്മൾ അല്ലാഹുവിന്റെ മഹ്ശറ വൻസഭയിലേക്ക് എല്ലാവരും എഴുന്നേറ്റ് പോകുന്നു, മുളച്ചു പൊന്തി പോകുന്നു എന്നാണല്ലോ പ്രയോഗം നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അങ്ങനെ നമ്മൾ ഇത് മുളക്കുന്നത് പോലെ, സസ്യങ്ങളൊക്കെ മുളക്കുന്നത് പോലെ ഖബറിൽ നിന്ന് എഴുന്നേറ്റുകൊണ്ട് അങ്ങോട്ട് പോകുന്ന ഒരു ജീവിതമുണ്ട് എന്നതിനെയാണ് മഴ വർഷിക്കുന്നതുമായി ബന്ധപ്പെട്ട് അള്ളാഹു പരാമർശിച്ച ഒരു കാര്യം എന്ന് പറയുന്നത്. മറ്റൊന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് നമ്മുടെ ജീവിതത്തെ കുറിച്ചാണ്, മനുഷ്യന്റെ ജീവിതത്തെ കുറിച്ചാണ്. നൈമിഷികമായ ചെറിയ ഒരു ജീവിതം ഈ ലോകത്ത് നമുക്ക് അള്ളാഹു നൽകിയിട്ടുണ്ട്. 2024 നമ്മൾ നിൽക്കുന്നത്. 2023 വർഷം കടന്നുപോയി. അതിനിടയിൽ ഒരുപാട് ആളുകൾ മരിച്ചുപോയി. അതിനിടയിൽ 60 വയസ്സ് വരെ ജീവിച്ച മനുഷ്യന്മാർ കഴിഞ്ഞുപോയി, 100 കഴിഞ്ഞവർ പോയി. അങ്ങനെ ഓരോ വർഷം ഒരു കാലഘട്ടത്തിൽ കുറെ ആളുകൾ ജീവിക്കുന്നു. അവരുടെ 100 കഴിയുമ്പോൾ അവർ പോകുന്നു, അവരുടെ 60 കഴിയുമ്പോൾ അവർ പോകുന്നു എന്നതുപോലെ നമ്മുടെയും 60ഉം 70ഉം കഴിയുമ്പോൾ നമ്മളും പോകും എന്ന ചിന്തയെ ഉണർത്തിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. വദരിബ് ലഹു മസലൽ ഹയാത്തിദ് ദുനിയ, ദുനിയാവിന്റെ ഉദാഹരണം ഇതാ അല്ലാഹു പറഞ്ഞു തരുന്നു. എങ്ങനെയാണ്? കമാഇൻ, ഒരു വെള്ളം പോലെയാണ്. അൻസൽനാഹു മിനസ് സമാ, ആകാശത്തിൽ നിന്ന് അല്ലാഹു ഇറക്കുന്നു. ഫഖ്തലത ബിഹി നബാതുൽ അർദ്, ആകാശത്തിൽ നിന്ന് വെള്ളം വരുമ്പോൾ ഇവിടെ ആ സസ്യങ്ങളും ലതാദികളും ഒക്കെ മുളച്ചു വരുന്നു, വൃക്ഷങ്ങൾ ഉണ്ടായി വരുന്നു. എന്നിട്ട് ശേഷം ഫഅസ്ബഹ ഹശീമൻ തദ്റുഹു റിയാഹ്, പിന്നീട് ആ മരങ്ങളും സസ്യങ്ങളും ഒക്കെ ഒരു കാലമാകുമ്പോൾ അതൊക്കെ വേനലിൽ വറ്റി ഇല്ലാതെയായി എല്ലാം നശിച്ചു പോകുന്ന ഒരവസ്ഥയിലേക്ക് എത്തുന്നു. തുരുമ്പായി എല്ലാം ഇല്ലാതെയാകുന്നു. അങ്ങനെ ഒരു കാറ്റടിച്ചാൽ പിന്നെ പാറിപ്പോകുന്ന അവസ്ഥയിലേക്ക് അത് മാറി, അതിന്റെ അവസ്ഥ മാറുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കാര്യങ്ങളെ പറഞ്ഞിട്ട് പറയുന്നത് വകാന അല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ, ഇങ്ങനെ നമ്മുടെ ജീവിതത്തെ സംവിധാനിക്കാൻ കഴിവുള്ളവനാണ് അല്ലാഹു. നമ്മുടെ ജീവിതത്തെ ഇങ്ങനെ സംവിധാനിക്കാൻ കഴിവുള്ളവനാണ് അല്ലാഹു. എല്ലാം ചെയ്യാൻ കഴിവുള്ളവനാകുന്നു എന്നാണ് ഒരു മഴയുടെ ഉദാഹരണം. നമ്മെ സൃഷ്ടിച്ചത് എങ്ങനെയാണോ ഈ ലോകത്തേക്ക് നമ്മൾ വരുന്നു, കുറച്ചു കാലം ജീവിക്കുന്നു, മരിക്കുന്നു, നമ്മൾ അല്ലാഹുവിന്റെ അടുക്കിലേക്ക് പിന്നീട് ഖിയാമത്ത് നാളിലേക്ക് പോകുന്നു എന്നതുപോലെയാണ് ഇവിടെ മഴ പെയ്ത് സസ്യമുണ്ടായി ഈ കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത് പോലെ നമ്മുടെ ജീവിതവും അതുപോലെ അവസാനിക്കാനുള്ളതാണ് എന്ന് അല്ലാഹു ഉറപ്പെടുന്നത് കാണുവാൻ സാധിക്കും. മാത്രവുമല്ല അടുത്ത ആയത്തിൽ എന്നിട്ട് അല്ലാഹു ഉറപ്പെടുന്നത് സൂറത്ത് കഹ്ഫിലെ 46-ാമത്തെ വചനമാണ്. എന്നിട്ട് അല്ലാഹു ഉറപ്പെടുത്തുന്നത് ഇത്ര ചെറിയൊരു ജീവിതം നിങ്ങൾക്ക് തരുന്നുള്ളൂ, അതുകൊണ്ട് ആ ജീവിതത്തിൽ നിങ്ങൾ ബാഖിയാത്തു സ്വാലിഹാത്തുകൾ, നന്മകൾ ചെയ്തുകൊണ്ട് മുന്നേറുക. അൽ മാലു വൽ ബനൂൻ സീനത്തുൽ ഹയാത്തിദ് ദുനിയ, ഈ ദുനിയാവിന്റെ അലങ്കാരങ്ങളാണ് മാൽ നമുക്ക് നൽകുന്ന സമ്പത്തും സന്താനങ്ങളൊക്കെ എന്ന് പറയുന്നത്. അതിൽ കണ്ണഞ്ചിപ്പോയി ജീവിതത്തെ മറിമറിഞ്ഞുകൊണ്ട് ജീവിക്കരുതേ എന്ന് ഉറപ്പെടുത്തുന്നു. വൽ ബാഖിയാത്തു സ്വാലിഹാത്ത്, നിങ്ങൾ ചെയ്യുന്ന സ്വാലിഹാത്തായ നല്ല കാര്യങ്ങൾ, അതാണ് ഖൈറുൻ ഇൻദ റബ്ബിക, നിന്റെ റബ്ബിന്റെ അടുക്കൽ ഖൈറായിട്ടുള്ളത്. വഖൈറുൻ അമല, നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഏറ്റവും നല്ല കാര്യങ്ങൾ അതാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉറപ്പെടുത്തുകയാണ്. ചെറിയൊരു കാലഘട്ടം നമുക്ക് ജീവിക്കാൻ തരുന്നു. ആ ജീവിതം നന്നാക്കി ജീവിക്കേണ്ടത് നമ്മുടെ കടമയാണ്. നല്ല പ്രവർത്തനങ്ങൾ ചെയ്ത് നമുക്ക് കിട്ടിയ സമ്പത്ത് കൊണ്ടും സന്താനം കൊണ്ടും ആ ആഖിറ നേടാനുള്ള ആളുകളായിക്കൊണ്ട് നമ്മൾ മാറണമെന്നാണ് ഉറപ്പെടുത്താനുള്ളത്. അതുപോലെ തന്നെ സൂറത്ത് ഹദീദിൽ
ഇതേ വിശദീകരണം നമുക്ക് വളരെ വിശാലമായി കാണുവാൻ സാധിക്കും. അള്ളാഹു പറയുന്നത് അറിയണേ, ജനങ്ങളെ അറിയണേ, വഅലമു, നിങ്ങൾ അറിയണേ എന്ന് പറഞ്ഞുകൊണ്ടാണ് കാര്യം ഓർമ്മപ്പെടുത്തുന്നത്. അന്നമൽ ഹയാത്തുദ് ദുനിയ, ഈ ദുനിയാവിലെ ജീവിതം ലഇബുൻ വലഹുൻ വസീനത്തുൻ വതഫാഖുറുൻ ബൈനക്കും വതകാസുറുൻ ഫിൽ അംവാലി വൽ ഔലാദ്. ലഇബാണ് ഈ ജീവിതം, നിങ്ങൾക്ക് കളിയാണ്, ലഹുവാണ് വിനോദമാണ്, സീനത്തുൻ അലങ്കാരമാണ്, വതഫാഖുറുൻ പരസ്പരം പെരുമ നടിക്കലാണ്, വതകാസുറുൻ അതുപോലെ തന്നെ എനിക്ക് ഇത്രയുണ്ട് എന്ന പെരുമ നടിക്കലാണ് എന്ന് അള്ളാഹു ഉറപ്പെടുത്തുകയാണ്. ഒരു കാലത്ത് കളിയായിരുന്നു നമുക്ക്, അത് കഴിഞ്ഞ് പിന്നീട് വിനോദങ്ങളായി, ലഹുവായി, പിന്നെ അതടിഞ്ഞ് അലങ്കാരങ്ങളും അഹങ്കാരങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു. അത് കഴിഞ്ഞ് കുട്ടികളും മക്കളൊക്കെ ആയി, സമ്പത്തൊക്കെ ഉണ്ടായി, പിന്നെ പെരുമ നടിക്കലായി, അതിന്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറയലായി. ഇങ്ങനെ ജീവിതം പോയി അവസാനം വാർദ്ധക്യമെന്ന് മരിക്കും എന്നാണ് ഓർമ്മപ്പെടുത്തുന്നത്. അതുകൊണ്ട് ഇതൊന്നല്ല ജീവിതം, നിങ്ങൾ അതുപോലെ ജീവിക്കരുത് എന്നാണ് അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നത്. കമസലി ഗൈസിൻ, എന്നിട്ട് അള്ളാഹു പറയാണ് ഒരു മഴ പോലെയാണത്, ഒരു മഴ പോലെയാണത്. നിങ്ങളിപ്പോ പറഞ്ഞ ഇത്രയും ജീവിതം അത് മഴ പോലെയാണ്. കമസലി ഗൈസിൻ അഅജബൽ കുഫാറു നബാതുഹു, ഒരു മഴ പോലെയാണ്. ആ മഴ വരുന്നു, ആ മഴയിലൂടെ സസ്യലതാദികൾ മുളച്ചു വരുന്നു. അത് കണ്ട് ആ കൃഷിക്കാരൻ, അത് കണ്ട് അവന്റെ കണ്ണഞ്ചി പോകുന്നു. പിന്നെ അത് ഉണങ്ങി വാടി ഇല്ലാതെയാകുന്നു. അത് കാറ്റടിച്ചാൽ പോകുന്ന തൂമ്പുകളായിക്കൊണ്ട് പിന്നീട് മാറിപ്പോകുന്നു എന്നാണ്. എന്നിട്ട് ആ ജീവിതം നന്നാക്കിയിട്ടില്ലെങ്കിലോ അള്ളാഹു പറയണം വഫിൽ ആഖിറതി അദാബുൻ ശദീദ്, ജീവിതം ആ കുറഞ്ഞ ജീവിതം നന്നാക്കിയിട്ടില്ലെങ്കിൽ ആഖിറത്തിൽ ഒരുപാട് വലിയ ശിക്ഷകൾ, കഠിനമായ ശിക്ഷകൾ, അദാബുൻ ശദീദ്, കഠിനമായ ശിക്ഷയാണ് നമ്മെ കാത്തിരിക്കുന്നത്. മാത്രവുമല്ല വമഗ്ഫിറത്തും മിനല്ലാഹ്, നന്നാക്കിയിട്ടുണ്ട് എങ്കിൽ, ആ ജീവിതം നന്നാക്കിയിട്ടുണ്ട് എങ്കിൽ വമഗ്ഫിറത്തും മിനല്ലാഹി വറിദ്വാൻ, അള്ളാഹിന്റെ തൃപ്തി നമുക്ക് ലഭിക്കും, അവിടെ മഗ്ഫിറത്തുണ്ടാകും, അള്ളാഹു പുറത്തു തരും, നല്ലൊരു ജീവിതം നമുക്ക് നൽകുമെന്നാണ്. അതുകൊണ്ട് വമൽ ഹയാത്തുദ് ദുനിയ ഇല്ലാ മതാഉൽ ഗുറൂർ, നിങ്ങളുടെ ഐഹികമായ ജീവിതം എന്ന് പറയുന്നത്, ഈ ഇഹത്തിലെ ജീവിതം എന്ന് പറയുന്നത് അത് വഞ്ചിക്കുന്ന ഒരു ചരക്കാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല അവസാനമായി ഉറപ്പെടുത്തി നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് മഴയുടെ ഉദാഹരണത്തിലൂടെ അള്ളാഹു വിശദീകരിക്കുന്നത് നമ്മുടെ ജീവിതത്തെയാണ്. അതുകൊണ്ട് നല്ല ജീവിതമാക്കാൻ നാം ശ്രദ്ധിക്കുക. മഴ പെയ്യുമ്പോൾ നമുക്ക് ഓർമ്മ വരേണ്ട ഒരു കാര്യം അതാണ്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നത് വലിയ ദൃഷ്ടാന്തമായിക്കൊണ്ട്, അത്ഭുതമായിക്കൊണ്ട് ഈ മഴയെ അള്ളാഹു നമുക്ക് വിശദീകരിച്ചു തരുന്നത് കാണുവാൻ സാധിക്കും. ശാസ്ത്രീയമായിക്കൊണ്ടും അതുപോലെ തന്നെ അള്ളാഹുവിന്റെ സൃഷ്ടി വൈഭവമായിക്കൊണ്ടും ഒക്കെ നമുക്കതിനെ എടുക്കാവുന്നതാണ്. അള്ളാഹു മഴ എങ്ങനെ വർഷിപ്പിക്കുന്നു എന്ന്, എങ്ങനെ പെയ്യിപ്പിക്കുന്നു എന്ന് പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൻ നൂറിലൂടെ വിശദീകരിക്കുന്നത് കാണുവാൻ സാധിക്കും. അലം തറ അന്നല്ലാഹ യുസ്ജി സഹാബൻ സുമ്മ യുഅല്ലിഫു ബൈനഹു, എങ്ങനെയാണ് ഒരു മഴ ഉണ്ടാകുന്നത്? അവിടെ ഇവിടെയും കിടക്കുന്ന മേഘങ്ങളെ അള്ളാഹു ആട്ടിക്കൊണ്ടുവന്ന് അതിനെ പരസ്പരം യുഅല്ലിഫു ബൈനഹു, അതിനെ പരസ്പരം അള്ളാഹു സുബ്ഹാനഹു വ തആല ഇണക്കി ചേർക്കുന്നു. സുമ്മ യജ്അൽഹു റുകാമ, പിന്നെ അത് പടിപടിയായി അതിനെ സംവിധാനിക്കുന്നു. ഫതറൽ വദ്ക യഖ്റുജു മിൻ ഫിലാലിഹി, എന്നിട്ട് ആ മേഘത്തിന്റെ പാളികളിൽ നിന്ന് മഴ വരുന്നതായി നിനക്ക് കാണുവാൻ സാധിക്കുമെന്നാണ് അള്ളാഹു പറയുന്നത്. വയുനസ്സിലു മിനസ് സമാഇ മിൻ ജിബാലിൻ ഫീഹാ മിൻ ബറദിൻ ഫയുസീബു ബിഹി മൻ യശാഉ വയസ്രിഫുഹു അമ്മൻ യശാ, അതുപോലെ തന്നെ മഴ മാത്രമല്ല വർഷിക്കുന്നത്, അതുപോലെ വലിയ പർവ്വതം കണക്കെ മേഘങ്ങളെ ഉണ്ടാക്കുന്നു. അതിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല മഴ വർഷിക്കുന്നു. ചിലപ്പോൾ ആലിപ്പഴം വർഷിപ്പിക്കുന്നു. വ്യത്യസ്തമായ രീതിയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനെ മാറ്റിക്കൊടുക്കുന്നു എന്നാണ്. അതിൽ ചില ആളുകൾക്കത് ഉപദ്രവമായിരിക്കാം, ചില ആളുകൾക്ക് അത് അനുഗ്രഹവുമായിരിക്കാം എന്ന് അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് അത് അനുഗ്രഹമായിട്ടും അല്ലാത്തവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല അത് പ്രയാസമായിട്ടും ബാധിപ്പിക്കുമെന്നാണ് ആയത്തിൽ പറയുന്നത്. യകാദു സനാ ബർഖിഹി യദ്ഹബു ബിൽ അബ്സാർ, നമ്മെ ചിന്തിപ്പിക്കേണ്ട ഒരു വചനമാണത്. നമ്മുടെ കണ്ണിനഞ്ചിപ്പിക്കുന്ന രീതിയിൽ ആ മഴയുടെ, ആ മേഘത്തിന്റെ കീറുകളിൽ നിന്ന് അത് തട്ടുമ്പോൾ തീപാളികൾ പാറുന്നു എന്നാണ് അള്ളാഹു പറയുന്നത്. നമ്മുടെ ഇടിമിന്നൽ കണ്ടിട്ടില്ലേ? നമ്മുടെ ഇടിമിന്നൽ, ആ ഇടിമിന്നലിന്റെ ശക്തി നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. മഴയുടെ മേഘത്തിൽ നിന്ന് അതുപോലെ തന്നെ മഞ്ഞിന്റെ മേഘങ്ങൾ പരസ്പരം കൂട്ടിയിടിക്കുമ്പോൾ തീയാണ് ഉണ്ടാകുന്നത് എന്നാണ് അവിടെ പറയുന്നത്. അള്ളാഹുവിന്റെ, നമുക്കറിയാം മഴയിലേക്ക് അതല്ലെങ്കിൽ വെള്ളത്തിലേക്ക് തീയിലേക്ക് വെള്ളമെങ്ങാനായി കഴിഞ്ഞാൽ എന്താണ് ഉണ്ടാകുക നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ മഴയെ കൊണ്ട്
കൊണ്ടുപോകുന്ന ഈ മേഘങ്ങൾ പരസ്പരം കൂട്ടിയിടിച്ചു കഴിഞ്ഞാൽ അവിടെ ഇടിമിന്നലുണ്ടാകുന്നു, വലിയ തീവ്രമായ വലിയ ആഘാതമുണ്ടാക്കാൻ കഴിയുന്ന വലിയ രീതിയിലുള്ള തീ ഉണ്ടാകുന്നു എന്നാണ് പറയുന്നത്. അതുകൊണ്ട് അള്ളാഹുവിന്റെ ആ സൃഷ്ടി വൈഭവം, എന്തിൽ നിന്നും എന്തുമുണ്ടാക്കാൻ കഴിയുന്ന അള്ളാഹുവിന്റെ ആ ഖുദ്റത്ത്, ആ ശക്തിയെ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അവിടെയാണ് നമ്മൾ വിജയിക്കുന്നത്. ആഖിറത്തിലേക്കുള്ള പണിയെടുക്കുവാനും ചിന്തിക്കുവാനും അപ്പോഴാണ് നമുക്ക് കഴിയുന്നത്. മഴവെള്ളം അള്ളാഹു സുബ്ഹാനഹു വ തആല വളരെ പരിശുദ്ധമാക്കിയിട്ടാണ് ഇറക്കുന്നത്. പരിശുദ്ധമായ രീതിയിലാണ് ശുദ്ധമായിട്ട് ഇറക്കുന്നത്. ഒരുപാട് വ്യത്യസ്തമായ വെള്ളങ്ങളിൽ നിന്ന് നീരാവിയായി മുകളിലേക്ക് ഉയരുന്ന വെള്ളം അള്ളാഹു സുബ്ഹാനഹു വ തആല മഴയായി വർഷിക്കുമ്പോൾ നമുക്ക് വളരെ സ്വാദിഷ്ടമായ, നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല ശുദ്ധമായ വെള്ളമായി മഴ കാർമേഘമായി കൂടുന്ന വെള്ളത്തിൽ ഭൂരിപക്ഷവും കടലിൽ നിന്നുള്ള വെള്ളമാണല്ലോ നമുക്ക് വെള്ളമായി ലഭിക്കുന്നത്. കടലിൽ നിന്ന വെള്ളമാണ് കൂടുതലായി നീരാവിയായി മുകളിലേക്ക് പോകുന്നത്. പിന്നെ ആ വെള്ളം നമുക്ക് ശുദ്ധമായ വെള്ളമായി വരുന്നു. ശുദ്ധമായ വെള്ളം കുടിക്കാൻ നമുക്ക് കിട്ടുന്നു. നല്ല മഴയായി അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ മാറ്റുന്നു. വ്യത്യസ്തമായ വെള്ളങ്ങളിൽ നിന്ന് നല്ല ശുദ്ധമായ വെള്ളം കുടിക്കാൻ നൽകുന്ന ആ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഖുദ്റത്തിനെ, ശക്തിയെ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ അല്ലാഹു പ്രയോഗിച്ച പ്രയോഗം അനുഗ്രഹീതമായ മഴയാണ് ഇത് എന്നാണ്, അനുഗ്രഹീതമെന്നാണ്, മുബാറക എന്നാണ് അല്ലാഹു പ്രയോഗിച്ചത്. വനസ്സൽനാ മിനസ്സമാഇ മാഅൻ മുബാറക, മുബാറകായ വെള്ളമാണ് നിങ്ങൾക്ക് ഇറക്കി തരുന്നത് എന്നാണ്. അപ്പോൾ അല്ലാഹുവിന്റെ ബറക്കത്താണത്, അല്ലാഹുവിന്റെ റഹ്മത്താണത്. അതിനെക്കുറിച്ച് ഒരിക്കലും നമ്മൾ ഒരിക്കലും അതിനെക്കുറിച്ച് ഒരു അപകീർത്തി പറയാൻ പാടില്ല, ഒരു മോശമായ കാര്യം പറയാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കി തരുന്നത് അനുഗ്രഹമാണ്. ആ അനുഗ്രഹത്തെ അനുഗ്രഹമായി കണ്ടുകൊണ്ട് ശുക്ർ ചെയ്യാനാണ്, നന്ദി ചെയ്യാനാണ് നാം ശ്രദ്ധിക്കേണ്ടത് എന്നാണ് ഇവിടേക്ക് സൂചിപ്പിക്കുന്നത്. മാത്രവുമല്ല, നാം ആലോചിച്ചു നോക്കുക, ഇവിടെ ഏത് ജീവജാലങ്ങളുണ്ടോ അതിന്റെയൊക്കെ അടിസ്ഥാനമായി വെള്ളം നിലകൊള്ളുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ഏതേത് വസ്തുക്കളുണ്ടോ അവയ്ക്ക് ജീവിക്കണമെങ്കിൽ, ജീവജാലങ്ങൾക്ക് ജീവിക്കണമെങ്കിൽ അതിന് വെള്ളം അടിസ്ഥാനമാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. വെള്ളമില്ലായിരുന്നുവെങ്കിൽ, വെള്ളമില്ല എങ്കിൽ എങ്ങനെയായിരിക്കും അവസ്ഥ നമുക്ക് തന്നെ അറിയാം. വേനലൊന്ന് കൂടിപ്പോയാൽ നമ്മുടെ അവസ്ഥ തന്നെ വളരെ പരിതാപകരമാണ്. അതുപോലെ എത്രയോ ജീവജാലങ്ങൾ, നമ്മളല്ലാത്ത മനുഷ്യരല്ലാത്ത എത്രയോ കോടി ജീവജാലങ്ങൾ ജീവിക്കുന്നു ഇവിടെ. അവയ്ക്കെല്ലാം വെള്ളം അനിവാര്യമാണ്. ആ ഒരു രീതിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വെള്ളത്തെയും ആ മഴയെയും ഒക്കെ സംവിധാനിച്ചു എന്നാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഹുവല്ലദീ അൻസല മിനസ്സമാഇ മാഅൻ, നിങ്ങൾക്ക് ആകാശത്തിൽ അല്ലാഹുവാണ് മഴവെള്ളം ഇറക്കി തരുന്നത്. ലക്കും മിൻഹു ശറാബ്, അതിൽ നിങ്ങൾക്ക് കുടിക്കാൻ അല്ലാഹു നൽകുന്നു. വമിൻഹു ശജറുൻ ഫീഹി തുസീമൂൻ, നിങ്ങൾക്ക് മേൽക്കാനുള്ള തായ്വരകൾ അല്ലാഹു ഉണ്ടാക്കി തരുന്നു. പുല്ലുകളും അതുപോലെയുള്ള കാര്യങ്ങളുമൊക്കെ നിങ്ങൾക്ക് അല്ലാഹു സൃഷ്ടിച്ചു. യുംബിതുകും ബിഹി സറഅ, നിങ്ങൾക്കുള്ള കൃഷിയിടങ്ങൾ അല്ലാഹു അതുമൂലം ഉണ്ടാക്കി തരുന്നു. വസൈതൂന, ഒലിവുണ്ടാക്കി തരുന്നു. വന്നഖീല വൽ അഅനാബ്, നിങ്ങൾക്ക് അല്ലാഹു ഈത്തപ്പനകളും അതുപോലെ തന്നെ മുന്തിരികളും ഒരുപാട് കൃഷിയിനങ്ങളും. വമിൻ കുല്ലി സമറാത്ത്, എല്ലാ ഫലവർഗ്ഗങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല അതിലൂടെ നിങ്ങൾക്ക് ഉണ്ടാക്കി തരുന്നു. ഇന്ന ഫീ ദാലിക ലആയതൻ ലിഖൗമി യതഫക്കറൂൻ, ചിന്തിക്കുന്ന സമൂഹത്തിന് ഇത് വലിയ ഒരു ദൃഷ്ടാന്തം തന്നെയാണ്. ചിന്തിക്കാൻ ഒരുപാടുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. മാത്രവുമല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല സഹായമായി കൊണ്ട് ഈ മഴയെ വർഷിപ്പിച്ച് നമുക്ക് കാണുവാൻ സാധിക്കും. ബദറിന്റെ രണാങ്കണത്തിലേക്ക് സ്വഹാബത്തും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയൊക്കെ പോകുന്ന സമയത്ത് അവരുടെ മനസ്സിൽ ഒരുപാട് ആശങ്കകളും ഒരുപാട് പ്രയാസങ്ങളുമുണ്ട്. അതെല്ലാം നീക്കിക്കൊടുക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മഴയെ അയച്ചു എന്നാണ്. യുതഹിറകും ബിഹി വയുദ്ഹിബ അൻകും റിജ്സ ശൈത്താൻ വലിയർബിത അലാ ഖുലൂബികും വയുസബ്ബിത ബിഹിൽ അഖ്ദാം, നിങ്ങളുടെ കാലിനെ ഉറപ്പിക്കുവാനും മനസ്സിലെ പ്രയാസങ്ങൾ നീക്കുവാനും ശൈത്താന്റെ പ്രേരണകൾ ഒഴിവാക്കാനൊക്കെ ആയിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല വയുനസ്സിലു അലൈക്കും മിനസ്സമാഇ മാഅ, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്കൊരു മഴയെ വർഷിച്ചു എന്നാണ് പതന്റെ രണാങ്കണത്തിലേക്ക് പോകുന്ന സമയത്ത് ആ കാര്യത്തെ വിശദീകരിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തിയേ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. സഹായമായി കൊണ്ടും അല്ലാഹുവിന്റെ അടുക്കൽ നിന്നുള്ള സഹായമായി കൊണ്ടും അത് വരുമെന്നാണ് ഇവിടേക്ക് പ്രമാണങ്ങൾ പഠിപ്പിക്കുന്നത്. അത് മാത്രമല്ല, നമ്മളെയൊക്കെ നിരാശപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന വേനലിൽ നിന്ന് അല്ലാഹുവിന്റെ കാരുണ്യമെന്നോണം വന്നതാണ് നമുക്ക് മഴ എന്ന് പറയുന്നത്. പലപ്പോഴും മഴ വരാത്തതിന്റെ പേരിൽ പല ആളുകളും വിഷമിക്കുന്നു. എപ്പോഴാണ് വരിക എന്ന് ആർക്കും അറിയില്ല. കർക്കിടവും കഴിഞ്ഞു, മറ്റവും കഴിഞ്ഞു എന്നൊക്കെ നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. എല്ലാ കാലഘട്ടവും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി വരുമ്പോൾ വളരെ പ്രയാസങ്ങൾ നമ്മൾ പറയാറുണ്ട്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് വഹുവല്ലദീ
യുൻസിലുൽ ഗൈസ മിൻ ബഅദി മാ ഖനതു, നിങ്ങൾക്ക് പ്രയാസം വന്നതിന് ശേഷം അല്ലാഹു ആണ് മഴ വർഷിപ്പിച്ചു തരുന്നത്. വളരെ പ്രയാസപ്പെട്ടിരിക്കുന്ന സമയം, എല്ലാവരും പ്രതീക്ഷയോടെ ഇരിക്കുന്ന സമയം, അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് നിങ്ങൾക്കത് വർഷിപ്പിച്ചു തരുന്നത്. മാത്രമല്ല അവന്റെ കാരുണ്യം എന്നോണം, ആ കാരുണ്യമാണ് നമുക്ക് വ്യാപിച്ചു തരുന്നത് എന്നാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. വഹുവൽ വലിയുൽ ഹമീദ്, അവനാണ് നമ്മുടെയൊക്കെ രക്ഷാധികാരി, അവനെയാണ് ഏറെ സുദൃഢനായിട്ടുള്ളവനെന്ന് പരിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്ന കാണുവാൻ സാധിക്കും. മാത്രവുമല്ല നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അല്ലാഹു ഉണ്ടാക്കി തന്നു, ഒരുപാട് കാര്യങ്ങൾ ഈ ഭൂമിയെ വിരിപ്പായി തന്നു, അതുപോലെ തന്നെ ഈ ആകാശത്തെ നമുക്ക് മേൽക്കൂരയായി തന്നു എന്നൊക്കെ അല്ലാഹു പറയുന്നതിന്റെ ഇടയിൽ പറയുന്നു വഅൻസല മിനസ് സമാഇ മാഅൻ, നിങ്ങൾക്ക് അല്ലാഹു ആകാശത്ത് നിന്ന് അല്ലാഹു വെള്ളമിറക്കി തന്നു എന്ന്. ഇതൊക്കെ അല്ലാഹു ചെയ്തു തന്നു എന്നിങ്ങനെ പറഞ്ഞതിന് ശേഷം ആയത്തിന്റെ അവസാനത്തിൽ നമുക്ക് കാണാം ഫലാ തജ്അലൂ ലില്ലാഹി അൻദാദൻ വഅൻതും തഅലമൂൻ, ഇതൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ടും പഠിച്ചിട്ടും അല്ലാഹുവിന്റെ കൂടെ ഒരാളെയും നിങ്ങൾ പങ്കു ചേർക്കരുതേ, ഒരാൾക്കും നിങ്ങൾ പങ്കു കൊടുക്കരുതേ എന്ന് അല്ലാഹു ഓർമ്മപ്പെടുത്തുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. അത് ഏറെ പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ്. അല്ലാഹുവിന്റെ തൗഹീദ് അത് അംഗീകരിച്ചു കൊടുക്കുക എന്നത് ഇതൊക്കെ പഠിച്ച, ഇതൊക്കെ അറിയുന്ന ആളുകൾ ചെയ്യേണ്ടതാണ്. അല്ലാഹു ആണ് വെള്ളമിറക്കി തരുന്നത് എന്നും നമുക്ക് ഈ ഭൂമിയെ സംവിധാനിച്ചു തരുന്നത് എന്നും എല്ലാം നമുക്ക് ഒരുക്കി തരുന്നത് അല്ലാഹു ആണ് എന്ന് വിശ്വസിച്ചിട്ട് പിന്നെ അല്ലാഹുവിനുള്ള തൗഹീദ്, അല്ലാഹുവിനുള്ള ലാ ഇലാഹ ഇല്ലല്ലാഹ് മറ്റുള്ളവരിലേക്ക് കൊടുത്തു എങ്കിൽ അത് വലിയ പാപം തന്നെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഔലിയാക്കൾക്കും അതുപോലെ തന്നെ മഹാന്മാർക്കും അത് ചെയ്യാൻ കഴിയുമെന്നും വെള്ളമിറക്കി തരാൻ കഴിയുമെന്നും നമ്മളെങ്ങാനും വിശ്വസിച്ചു പോയാൽ അവിടെ നമ്മുടെ തൗഹീദ് പൂർണ്ണമായിട്ട് നശിച്ചു പോകുന്നതാണ് നമ്മൾ കാണുന്നത്. അവിടെ അല്ലാഹു ചോദിക്കുന്ന ചില ചോദ്യങ്ങൾക്ക് നമുക്ക് ഉത്തരം കൊടുക്കാൻ പറ്റണം. ആരാ വെള്ളമിറക്കി തന്നത്? അത് മുശ്രിക്കീങ്ങളായ ആളുകളോട് അള്ളാന്റെ ചോദ്യമാണ്. അഫറഅയ്തുമുൽ മാഅ അല്ലദീ തശ്റബൂൻ, നിങ്ങൾ കുടിക്കുന്ന വെള്ളം നിങ്ങൾ കാണുന്നില്ലേ? അൻതും അൻസൽതുമൂഹു മിനൽ മുസ്നി അം നഹ്നുൽ മുൻസിലൂൻ, നിങ്ങളാണോ അത് ഇറക്കിയത് അതോ ഞാനാണോ ഇറക്കിയത്? ലൗ നശാഉ ജഅൽനാഹു ഉജാജൻ ഫലൗലാ തഷ്കുറൂൻ, അതെങ്ങാനും ഞാൻ വിചാരിച്ചിരുന്നുവെങ്കിൽ കൈപ്പുള്ള ഉപ്പുരസമുള്ള ഒരു വെള്ളമാക്കി മാറ്റുമായിരുന്നു, പക്ഷേ അത് ഞാൻ ചെയ്തിട്ടില്ല. ഫലൗലാ തഷ്കുറൂൻ, എന്തേ അവരെന്നിട്ടും എന്തേ ശുക്ർ ചെയ്യാത്തത് എന്ന് അല്ലാഹു ഉറപ്പെടുത്തുന്ന നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് ഇതൊക്കെ ചെയ്തു തന്ന അല്ലാഹു, ആ മഴ വർഷിപ്പിച്ചു തന്ന അല്ലാഹു, കാരുണ്യം ചെയ്തു തരുന്ന അല്ലാഹു, ആ അല്ലാഹുവിനായിരിക്കണം പൂർണ്ണമായും തൗഹീദ് നമ്മൾ കൊടുക്കേണ്ടത്. മറ്റൊരു ചോദ്യം അല്ലാഹു ചോദിക്കുന്നത് ഖുൽ അറഅയ്തും ഇൻ അസ്ബഹ മാഉകും ഗൗറ, വർഷിപ്പിച്ചു തരുന്നതിനെ കുറിച്ച് മാത്രമല്ല, അതെങ്ങാനും ഇല്ലാതെയായി കഴിഞ്ഞാൽ, അതെങ്ങാനും വറ്റിച്ചു കഴിഞ്ഞാൽ, വെള്ളമെങ്ങാനും ഇല്ലാതെയായി കഴിഞ്ഞാൽ ഫമൻ യഅതീകും ബിമാഇൻ മഈൻ, ആരാണ് ശുദ്ധമായ വെള്ളം നിങ്ങൾക്ക് കൊണ്ടുതരുന്നത്? അതിന് വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന് അവരോട് ചോദിച്ചു എന്നാണ്. അതുകൊണ്ട് ആ തൗഹീദിനുടമയായ അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് തിരിയണമെന്നാണ് ഇതൊക്കെ ഓർമ്മപ്പെടുത്തുന്നത്. ആ മഴ ഇല്ല എങ്കിൽ ശിക്ഷയായും വരാൻ കാരണമായി തീരും. തൗഹീദ് എങ്ങാനും വിട്ടുകളിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അനുഗ്രഹങ്ങൾ വേണ്ടുവോളം ഉപയോഗിച്ച് അവനെതിരായി കൊണ്ടാണ് ജീവിക്കുന്നത് എങ്കിൽ നമുക്ക് ശിക്ഷയായിക്കൊണ്ട് മഴയെ അല്ലാഹു മാറ്റുമെന്നാണ്. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രം നമുക്കറിയാം. വെള്ളത്തിന്റെ പ്രളയം വന്ന് അവരെയൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നശിപ്പിച്ചു എന്നാണ്. തൗഹീദ് ഉൾക്കൊണ്ടവരെ മാത്രം അല്ലാഹു രക്ഷിച്ചു എന്നാണ്. ഇദാ ജാഅ അംറുനാ വഫാറത്തൻ നൂർ, അവരുടെ അടുക്കളയിലും അതുപോലെ തന്നെ എല്ലായിടങ്ങളിലും അവരുടെ മൊത്തമായിട്ട് അവരെ ആ വെള്ളം മുഴുങ്ങി എന്നാണ്. തൗഹീദുള്ള ആളുകൾ മാത്രം അതിൽ നിന്ന് രക്ഷപ്പെട്ടു എന്നാണ് നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ സാധിക്കുന്നത്. അതുകൊണ്ട് അതിന് ശുക്ർ ചെയ്തുകൊണ്ടാണ് നമ്മൾ ജീവിക്കേണ്ടത്. അള്ളാഹുവിന്റെ ഈ അനുഗ്രഹങ്ങളൊക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ, ഇതെല്ലാം നമ്മൾ സമൃദ്ധമായിട്ട് ഉപയോഗിക്കുമ്പോൾ അതിനൊക്കെ ശുക്ർ ചെയ്തുകൊണ്ട്, നന്ദി ചെയ്തുകൊണ്ട് ജീവിക്കുന്നവരാവാനാണ് നാം ശ്രദ്ധിക്കേണ്ടത്. ഇല്ല എങ്കിൽ ഈ അനുഗ്രഹങ്ങളൊക്കെ തിരിച്ചടിക്കുന്ന ഒരു കാലം നമുക്ക് വരുമെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതൊക്കെ ലഭിക്കുമ്പോൾ അല്ലാഹുവിന് ശുക്റുള്ളവരായി, നന്ദിയുള്ളവരായി മാറാൻ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദ് വആലിഹി വസഹ്ബിഹി വസല്ലം. തഖുല്ലാഹ യാ ഇബാദല്ലാഹ്, അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് എന്നെ മറക്കാതെ നിങ്ങളേവരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. നാഥൻ അനുഗ്രഹിക്കുമാറാവട്ടെ. മഴ ലഭിച്ചുകൊണ്ടിരിക്കെ
ആ മഴയുടെ അനുഗ്രഹങ്ങളും അതിൻ്റെ കാര്യങ്ങളുമൊക്കെ എല്ലാ സുഖങ്ങളും എല്ലാ സമൃദ്ധികളും ആസ്വദിച്ചു കൊണ്ടിരിക്കെ തന്നെ അതിൻ്റെ പ്രയാസങ്ങളും ചില ഭാഗങ്ങളിലൊക്കെ അനുഭവപ്പെടുന്നുണ്ട്. അവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കാനും അവർക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കാനും നാം എല്ലാവരും തയ്യാറാവേണ്ടതുണ്ട്. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സുബഹി നമസ്കാരത്തിന് ശേഷം തന്റെ സ്വഹാബത്തിന്റെ മുന്നിലേക്ക് വരികയും അവരെ അഭിമുഖീകരിച്ചുകൊണ്ട് ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ അവരോട് ചോദിക്കുകയും ചെയ്തു. നിങ്ങളുടെ റബ്ബ് നിങ്ങളോട് പറഞ്ഞത് എന്താണെന്ന് നിങ്ങൾക്കറിയുമോ എന്നായിരുന്നു ചോദ്യം. ഈ ചോദ്യം കേട്ട് സ്വഹാബത്ത് പറഞ്ഞു, ഞങ്ങൾക്കറിയില്ല, അല്ലാഹു റസൂലുമാണ് കൂടുതൽ അറിയുന്നവർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് മറുപടി കൊടുത്തു, അസ്ബഹ മിൻ ഇബാദി മുഅ്മിനും ബി വകാഫിർ. എന്റെ ചില അടിമകൾ, അല്ലാഹു പറഞ്ഞ വാക്കാണ്, എന്റെ ചില അടിമകൾ രാവിലെയാകുമ്പോൾ, നേരം വെളുത്തപ്പോൾ രണ്ട് വിഭാഗമായിരിക്കും. ഒന്നെന്നിൽ വിശ്വസിക്കുന്നവർ, രണ്ടെന്നിൽ അവിശ്വസിക്കുന്നവർ. ഇത് കേട്ട് സ്വഹാബത്തരെ അമ്പരന്നത്, എന്താണ് ഈ പറയുന്നത്? വിശ്വാസികളും അവിശ്വാസികളുമായി തീർന്നു എന്ന്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരണം കൊടുത്തു. ഇന്നലെ പെയ്ത മഴയുടെ വിഷയത്തിലാണ് അവർ വിശ്വാസികളും അവിശ്വാസികളുമായി തീർന്നത്. എന്താണ് കാര്യം? فأما من قال مطرنا بفضل الله ورحمته فذلك مؤمن بي وكافر بالكوكب. ഇന്നലെ പെയ്ത മഴയുടെ വിഷയത്തിൽ രണ്ട് കൂട്ടർ രണ്ട് അഭിപ്രായമാണ് പറഞ്ഞത്. ഒരു കൂട്ടർ പറഞ്ഞു, ആ മഴ അല്ലാഹുവിന്റെ ഫദ്ലാണ്, അവന്റെ റഹ്മത്താണ്, അവന്റെ ഔദാര്യമാണ്. ആ പറഞ്ഞ ആളുകൾ മുഅ്മിനും ബി വകാഫിറും ബിൽ കൗകബ്, അവർ എന്നിൽ വിശ്വസിച്ചവരാണ്, സത്യവിശ്വാസികളാണ്. വകാഫിറും ബിൽ കൗകബ്, നക്ഷത്രത്തെ നിഷേധിച്ചവരാണ്, അതിനെ അവിശ്വസിച്ചവരാണ്. രണ്ടാമത്തെ ഒരു ടീം പറഞ്ഞു, അമ്മാ മൻ ഖാൽ ബിനൗഇ കദാ വകദാ, ഇന്ന നാറ്റുവേല കൊണ്ടാണ് ആ മഴയുണ്ടായത്, ആ നാറ്റുവേലയാണ് മഴയുണ്ടാക്കിയത് എന്ന രീതിയിൽ സംസാരിച്ചു. ഫസാലിക കാഫിറും ബി വമുഅ്മിനും ബിൽ കൗകബ്, അവൻ എന്നിൽ അവിശ്വസിക്കുകയും കാഫിറാവുകയും നക്ഷത്രത്തിൽ വിശ്വസിക്കുകയും ചെയ്തവനാണ്. ഈ സംഭവം വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. നമ്മുടെയൊക്കെ നാവുകളിൽ നമ്മൾ അറിയാതെ കടന്നു വന്ന ചില വാചകങ്ങളുണ്ട്. അതിനെയാണ് ഇവിടെ പ്രധാനമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തു പറയുന്നത്. ഇന്ന നാറ്റുവേല കൊണ്ടാണ്, അത് കർക്കിടക മാസം കൊണ്ടാണ്, അത് ഇന്ന സീസൺ കൊണ്ടാണ് എന്നൊക്കെ പല ആളുകളും പറയാറുണ്ട്. ഇന്ന മഴ ലഭിച്ചത്, ആ മഴ ലഭിച്ചത്. പക്ഷേ ഇത്രയും ആയത്തുകൾ ഓതി അവിടെയൊക്കെ അള്ളാഹു പറഞ്ഞത്, ഞാനാണ് ഇറക്കി തന്നത്, ഞാനാണ് മഴ പെയ്യിച്ചത്, ഞാനാണ് മഴയെ വർഷിക്കുന്നത്, ഞാനാണ് മഴ ഉണ്ടാക്കുന്നത് എന്നൊക്കെ അള്ളാഹുവാണ് പറഞ്ഞത്. അതുകൊണ്ട് റസൂൽ ആ ഒരു കാര്യത്തെ തിരുത്തിക്കൊടുത്തു എന്ന്. അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് ഇറക്കിയത് എന്നും അള്ളാഹുവാണ് മഴ തന്നത് എന്നുമാണ് നമ്മൾ ചേർത്ത് പറയേണ്ടത്. ഒരിക്കലും ഇന്ന നാറ്റുവേലയിലേക്കോ ഇന്ന നക്ഷത്രത്തിലേക്കോ ഇന്ന രാശിയിലേക്കോ ഒന്നുമല്ല മഴയെ ചേർത്ത് പറയേണ്ടത്. മഴയെ ചേർത്ത് പറയേണ്ടത് അള്ളാഹുവിലേക്കാണ്. അള്ളാഹുവാണ് നമുക്ക് മഴ തന്നത്. അതുകൊണ്ട് ഒരു നല്ല മഴ കിട്ടിയാൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന, മുത്തിർനാ ബിഫദ്ലില്ലാഹി വറഹ്മതി, മുത്തിർനാ ബിഫദ്ലില്ലാഹി വറഹ്മതി, അള്ളാന്റെ കാരുണ്യവും ഫദ്ലും ഔദാര്യവും കൊണ്ട് ഞങ്ങൾക്ക് മഴ ലഭിച്ചു എന്നാണ് പ്രാർത്ഥിക്കേണ്ടത്. റസൂൽ പഠിപ്പിച്ചു. മഴ പെയ്തുകൊണ്ടിരിക്കെ നമ്മൾ പ്രാർത്ഥിക്കണം, അല്ലാഹുമ്മ സയ്യിബൻ നാഫിഅ, അല്ലാഹുവേ ഉപകാരപ്രദമായ മഴയാക്കണം, എനിക്ക് ഉപകാരമുള്ള മഴയാക്കണം, ദോഷമില്ലാത്ത നല്ല ഉപകാരം തരുന്ന മഴയാക്കണം എന്ന് പ്രാർത്ഥിക്കണം. അല്ലാഹുമ്മ സയ്യിബൻ നാഫിഅ. നല്ല മഴ കിട്ടിക്കഴിഞ്ഞാൽ മുത്തിർനാ ബിഫദ്ലില്ലാഹി വറഹ്മതി. ഇനി മഴ കൂടിപ്പോയാലോ അതിനോട് പ്രാർത്ഥന, അല്ലാഹുമ്മ ഹവലൈനാ വലാ അലൈനാ,
അള്ളാഹുവേ, ഞങ്ങൾക്ക് ഒരുപാട് മഴ കിട്ടിയാണ്, ഇനി മറ്റു പ്രദേശത്തിലേക്ക് നീ അയക്കണേ, ഞങ്ങൾക്കതൊരു ശിക്ഷയാക്കി നീ അയക്കല്ലേ. അലൽ ആകാമി വദ്ദിറാബ്, അതുപോലെ തന്നെ വേച്ചിൽപ്പുറങ്ങളിലേക്കും തായ്വരകളിലേക്കും കുന്നിൻ പുറങ്ങളിലേക്കും നീ അതിനെ അയക്കണമേ. വമനാബിത്തിശ്ശജർ, അതുപോലെ തന്നെ വൃക്ഷങ്ങളുള്ള ഭാഗത്തേക്ക് നീ അതിനെ അയക്കണേ എന്ന പ്രാർത്ഥന നമ്മൾ ചൊല്ലേണ്ടതുണ്ട്. ഇങ്ങനെയൊക്കെയാണ് നമുക്ക് പ്രമാണങ്ങൾ പഠിപ്പിച്ചു തരുന്നത്. അതുകൊണ്ട് അള്ളാഹുവാണ് മഴ ഇറക്കി തരുന്നത്, അവനാണ് മഴ ഉണ്ടാക്കുന്നത്, എല്ലാം ചെയ്തു തരുന്നത് അവൻ തന്നെയാണ്. ഇനി മറ്റൊന്ന്, നമുക്ക് മഴ ലഭിച്ച് പ്രയാസങ്ങളാണ് വരുന്നത് എങ്കിൽ, പ്രശ്നങ്ങളാണ് വരുന്നത് എങ്കിൽ സ്വാഭാവികമാണ്, പലയിടങ്ങളിലും ഇപ്പോൾ തന്നെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ട്. അതിൽ ഒരിക്കലും നമ്മൾ ആ ഒരു മഴയെ പഴിച്ചു പറയാൻ പാടില്ല. സത്യവിശ്വാസികൾ എന്ന നിലക്ക് നാം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. മഴ അള്ളാഹു നൽകുന്നതാണ്, അള്ളാഹുവാണ് അതിനെ അയക്കുന്നത്. നാം മഴയെ കുറ്റം പറയുന്നുവെങ്കിൽ, പഴിച്ചു പറയുന്നുവെങ്കിൽ അള്ളാഹുവിനെയാണ് നമ്മൾ പറയുന്നത്. അവന്റെ ആ കാര്യത്തെ, അവന്റെ പ്രവൃത്തിയെയാണ് നമ്മൾ ചീത്ത പറയുന്നത്, കുറ്റം പറയുന്നത്. അതുകൊണ്ട് ഒരിക്കലും നമ്മുടെ നാവ് കൊണ്ട് അത്തരം കാര്യങ്ങൾ ഉണ്ടാവരുത്. വളരെയധികം ശ്രദ്ധിക്കേണ്ട വിഷയമാണ്, വളരെയധികം ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. നമുക്ക് ഒരുപാട് കുറ്റങ്ങൾ നേടിയെടുക്കാൻ പറ്റിയ കാര്യമാണ്. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും അതിലേക്ക് പോകരുത്. അറിയാതെയെങ്കിലും പലപ്പോഴും നമ്മുടെ നാവിൽ അങ്ങനെ വരുന്നുവെങ്കിൽ നാം ഏറെ ശ്രദ്ധിക്കേണ്ടതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തസുബ്ബു ദഹർ, കാലത്തെ ഒരിക്കലും നിങ്ങൾ കുറ്റം പറയരുത്. കാലത്തെ കുറ്റം പറഞ്ഞാൽ അള്ളാഹുവാണ് കാലത്തെ നിശ്ചയിച്ചവൻ, അവനാണ് കാലത്തെ മാറ്റിമറിക്കുന്നവൻ. അതുകൊണ്ട് ആ അള്ളാഹുവിനെയാണ് നിങ്ങൾ കുറ്റം പറയുന്നത്. അത് വളരെ വലിയ ഗൗരവമുള്ള വിഷയമാണ്, കുഫ്റായി തീരുന്ന വിഷയമാണ്. അതുകൊണ്ട് ഒരിക്കലും നമ്മുടെ നാവിൽ നിന്ന് അത്തരം ചില വാചകങ്ങൾ വരരുത്. എന്നാൽ അതോടൊപ്പം തന്നെ മുൻകരുതലുകൾ നാം ഏവരും എടുക്കണം. ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും അതുപോലുള്ള അതോറിറ്റികളിൽ നിന്നൊക്കെ വരുന്ന അറിയിപ്പുകളും കാര്യങ്ങളും ശ്രദ്ധിച്ച് മുന്നൊരുക്കങ്ങൾ നമ്മൾ ഏറെ ശ്രദ്ധയോടെ എടുക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ഡ്രൈവ് ചെയ്യുന്ന ആളുകളൊക്കെ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മുടെ ഇവിടുത്തെ ഖത്തീബായ ഫൈസൽ മൗലവിയുടെ മകന് ചില അപകടം പറ്റിയെന്ന കാര്യം നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. വളരെ പ്രയാസപ്പെട്ട നിലയിലാണ്. അദ്ദേഹത്തിന്റെ മകന് വേണ്ടി ഒക്കെ പ്രാർത്ഥിക്കണം. അവന്റെ രോഗം പെട്ടെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ശിഫയാക്കി നൽകുമാറാവട്ടെ. നമ്മളൊക്കെ എല്ലാവരും ഡ്രൈവിങ്ങിലൊക്കെ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഈ കാലഘട്ടത്തിൽ. അതുപോലെ തന്നെ രോഗങ്ങൾ പടരുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് വളരെയധികം ശ്രദ്ധ നമ്മുടെ കുട്ടികളുടെ വിഷയത്തിലൊക്കെ നമ്മൾ എടുക്കേണ്ടതുണ്ട്. മറ്റു ശ്രദ്ധകളുമൊക്കെ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. ഇനി എന്തൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയും അതൊക്കെ നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് ശ്രദ്ധയുടെ ഭാഗമാണ്. അതൊക്കെ മതപരമായും അതിന് പ്രമാണങ്ങളുള്ള കാര്യമാണ്. അതുകൊണ്ട് നമ്മളെല്ലാവരും ശ്രദ്ധിക്കുക എന്നത് ഏറെ പ്രധാനമാണ്. ശ്രദ്ധിക്കാതെ നമ്മളെന്തെങ്കിലും കുടുങ്ങിപ്പോയി കഴിഞ്ഞാൽ അത് നമുക്ക് തന്നെയാണ് ദോഷമെന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, നമ്മൾ സഹായിക്കേണ്ട ഒരു കാലഘട്ടം കൂടെയാണ് ഇത്. പണിയില്ലാത്ത ആളുകൾ ഉണ്ടാവാം. ഒരുപാട് മഴ പെയ്യുമ്പോൾ ചില പണികളൊക്കെ നിന്നുപോകും. ആ കാലഘട്ടത്തിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അവർക്ക് വേണ്ട സഹായങ്ങൾ എത്തിച്ചു കൊടുക്കണം, അവരെ പരിഗണിക്കണം എന്നത് നമ്മുടെ ശ്രദ്ധയിലൊക്കെ ഉണ്ടായിരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നു പോകുന്ന ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ നാഥൻ പുറത്ത് പാപ്പാക്കി തരുമാറാവട്ടെ. നമ്മിൽ രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ രോഗങ്ങളൊക്കെ ശിഫയാക്കി നൽകുമാറാവട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم انصر المسلمين في فلسطين. اللهم انصر المسلمين في فلسطين. اللهم انصر المسلمين في فلسطين. اللهم انصر المسلمين في كل مكان. اللهم انصر المسلمين في كل مكان. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. أقيموا الصلاة.